വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ലാവ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ചോക്ലേറ്റും ബട്ടറും ഒന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 120 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 120 ഗ്രാം ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് മെല്ലെ മെൽറ്റ് ചെയ്തെടുക്കുക. ഇനി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് മൈക്രോവേവ് ചെയ്താൽ മതി. ഇത് രണ്ടും മെൽറ്റായി വരും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലെയാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ചെയ്യേണ്ടത് 120 ഗ്രാം തന്നെ പൊടിച്ച ഷുഗർ വേണം. അപ്പോൾ ആദ്യം ഷുഗർ ഒന്ന് പൊടിച്ചതിന് ശേഷം നമുക്ക് അത് അളന്നെടുക്കാം. മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ മാറ്റി വെച്ചിരിക്കുന്ന, അതായത് ഡബിൾ ബോയിൽ ചെയ്ത ചോക്ലേറ്റിലേക്ക് ഈ ഷുഗർ ഉടനെ തന്നെ ഇട്ട് കൊടുക്കുക. ചെറിയ ചൂടുണ്ടായിരിക്കും, അത് കാര്യമാക്കേണ്ട. ഈ പൊടിച്ച ഷുഗർ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെ കട്ട പിടിച്ച് വരുന്നത് പോലെ നമുക്ക് തോന്നും, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. പിന്നെ അടുത്ത വേണ്ടത് 2 യോഗ്സ് ആണ്. അതും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 മുട്ടയും 2 യോഗ്സും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാനില എസൻസ്, 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 60 ഗ്രാം മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 60 ഗ്രാം മൈദ ചേർത്തതിന് ശേഷം പിന്നീട് നമ്മളത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ, ബീറ്റ് ചെയ്യരുത് കേട്ടോ. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഫോൾഡ് ചെയ്യാൻ പറയുന്നത്. 2 കാര്യങ്ങൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത് വെക്കണം. ഒന്ന്, ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഡിസ്പോസിബിൾ റാൻകിൻസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിൽ കുറച്ച് ബട്ടർ പുരട്ടി അതിൻ്റെ മേലെ കൊക്കോ പൗഡർ വിതറി ഇതുപോലെ സെറ്റാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈക്വൽ എമൗണ്ട് ആയിട്ട് വേണം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരേ സമയത്ത് നമ്മൾ എടുക്കുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഒന്നകം വെന്ത് പോവും. ചിലതിനകത്തുനിന്ന് നമുക്ക് ഒരു ലാവ കേക്കിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് അളവിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 180 ഡിഗ്രിയിൽ 14 മിനിറ്റ്സ്, അതിൽ കൂടരുത്, 14 മിനിറ്റ്സ് 12 to 14 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മേൽഭാഗം ഇങ്ങനെ പൊന്തി വന്നിട്ട് ഒന്ന് ഇതുപോലെ വെടിച്ചിരിക്കുന്നത് കാണാം. ഇതാണ് പാകം എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്കിത് മെല്ലെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ നടുഭാഗത്ത് നിന്നും ഇതുപോലെ ചോക്ലേറ്റ് ഇങ്ങനെ വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതാണ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും 12 to 14 മിനിറ്റ്സേ ബേക്ക് ചെയ്യാവൂ. നമുക്ക് മേൽഭാഗം തൊടുമ്പോഴത്തേക്ക് കുഴിഞ്ഞു പോലെ പോകുന്ന പോലെ തോന്നും, പക്ഷേ അത് നെവർ മൈൻഡ് ആക്കിയിട്ട് നമ്മളത് എടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ചോക്ലേറ്റ് ലാവ കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ വെക്കേഷനല്ലേ, അപ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.